ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവർടോണിന്റെ 100 വാട്ട്സ് 4 ohms വരുന്ന 10 ഇഞ്ച് ഊഫർ 3-way ബോക്സിൽ ഫിറ്റ് ആക്കിയിട്ട് അത് വർക്ക് ചെയ്ത് നോക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതിന്റെ ഊഫറിന്റെ വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോക്സിൽ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്ന വീഡിയോ ഇടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ആണ് ഇന്ന്. ഇത് വർക്ക് ചെയ്ത് നോക്കുന്ന വീഡിയോ. വലിയ വിലയുള്ള ഒരു ഊഫറൊന്നും അല്ല പവർടോണിന്റെ ഊഫർ, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വർക്കിംഗ് ഉണ്ട് ഈ ഒരു ഊഫർ. 3-way ബോക്സിൽ ഈ ഒരു 10 ഇഞ്ച് ഊഫർ പവർടോണിന്റെ വെച്ചപ്പോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാസാണ് വരുന്നത്. നല്ല ബാസ് തന്നെയാണ് കിട്ടുന്നത്. പവർടോണിന്റെ ഊഫർ ഈ ഒരു ബോക്സിൽ ഇരിക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡ് ഊഫർ ഇരിക്കുന്ന മാതിരി തന്നെ ഉണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഊഫർ. വലിയ പൊക്കമുള്ള ടവർ ബോക്സ് പോലെ അല്ല ഈ ഒരു ബോക്സ്. ഇത് അധികം ഹൈറ്റ് ഒന്നുമില്ല. ഇത് 24 ഇഞ്ച് ഹൈറ്റ് ഈ ഒരു ബോക്സ് ഉള്ളു. അധികം വലിയ പൊക്കമൊന്നുമില്ല. ഇതൊരു പണ്ടത്തെ ഒരു ഓൾഡ് മോഡൽ ഒരു ബോക്സ് ആണിത്. ടവറൊക്കെ ഇപ്പൊ ഇറങ്ങുന്ന ഒരു മോഡലാണ്. അതുപോലെയല്ല ഈ ഒരു ബോക്സ്. ഇതുപോലത്തെ 3-way ബോക്സ് ചെയ്യുമ്പോൾ ആംബ് ബോക്സ് ആയിട്ട് മാച്ച് ആവും, സ്പീക്കർ ആയിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ആയാലേ കറക്റ്റ് നമുക്ക് ഓക്കലൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. കേൾക്കാനൊക്കെ ശരിക്കും ഓക്കലൊക്കെ മനസ്സിലാവുള്ളൂ. കറക്റ്റ് ആയിട്ട് ആംബ് കറക്റ്റ് മാച്ച് ആവണം ബോക്സ് ആയിട്ട്. ഓംസ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കത് കേൾക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ആ കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓംസ് കറക്റ്റ് അല്ലെങ്കിൽ ഊഫറിന് കറക്റ്റ് ആ ബോക്സിൽ വരുന്ന 3-wayക്ക് ഓംസ് കറക്റ്റ് ആംബായിട്ട്, ആംബിന്റെ ഓംസും ഈ സ്പീക്കറുടെ ഓംസും കറക്റ്റ് ആയിട്ട് നിന്നാലേ അത് കറക്റ്റ് വർക്കിംഗ് കിട്ടുള്ളൂ. പവർടോണിന്റെ ഒരു ഊഫർ ഈ ഒരു ബോക്സിൽ സെറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിട്ടുള്ളൊരു മാച്ച് ആവുമോ എന്നുള്ളത്, ക്വാളിറ്റി കിട്ടുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ വർക്ക് കിട്ടിയത്. നേരിട്ട് കേട്ടാലേ അത് മനസ്സിലാവുള്ളൂ എത്രത്തോളം വർക്കിംഗ് ഉണ്ട് എന്നുള്ളത്. എന്നാലും ഞാൻ ഇതില് പാട്ട് വെച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഇതുപോലുള്ള 3-way ബോക്സുകൾ നല്ലോണം വർക്ക് ചെയ്യണമെങ്കിൽ ആംബ് നല്ല ആംബായിരിക്കണം. നല്ല ആംബാണെങ്കിൽ മാത്രമേ അത് നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു, അതുപോലെ തന്നെ അതിലുള്ള ബീറ്റി ഒക്കെ ബാസ് ട്രബിൾ ബോർഡൊക്കെ കറക്റ്റ് ബാസ് ട്രബിൾ ബോർഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിന്റെ കൃത്യമായ ഒരു വർക്കിംഗ് നമുക്ക് കേൾക്കാൻ കഴിയില്ല. 3-way ബോക്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആംബ് കറക്റ്റ് ആയിരിക്കണം, ബോക്സുമായിട്ട് കറക്റ്റ് ആയിരിക്കണം, എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഈ സബിന്റെ ബോക്സിന്റെ ഒരു ബാസ് അല്ല ഈ ഒരു 10 ഇഞ്ചിൽ വരിക, നമ്മളെ ഈ ഊഫറിൽ വരിക. അത് വേറൊരു ബാസ്, അതാണ് കേൾക്കാൻ സുഖമുള്ള ബാസ്. ഇതുപോലുള്ള ഊഫറിൽ വരുന്ന ബാസാ. സബിൽ വരുന്ന വെറുതെ ഉള്ള മുഴക്കമല്ല നമ്മളെ ഈ ഒരു 10 ഇഞ്ച് ഊഫറിൽ വരിക. അതിപ്പോ നമ്മളൊരു 5 ചാനൽ ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് ആ സബ് ഒഴിവാക്കിയിട്ട് 5 ചാനൽ മതി. ആ ലെഫ്റ്റും റൈറ്റിലും വരുന്ന ഈ 10 ഇഞ്ചിൽ വരുന്ന ആ ഒരു ബാസ് തന്നെ നല്ല കേൾക്കാൻ നല്ല രസം ഉണ്ടാവും. സബിന്റെ വേറെ വർക്കിംഗ് ആണ്. പക്ഷെ 5 ചാനലിൽ വരുമ്പോൾ ലെഫ്റ്റും റൈറ്റും കുറച്ച് വാട്സ് ഉള്ള 10 ഇഞ്ചൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ 3-way ആണ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നല്ല ഒരു വേറൊരു ടൈപ്പിലുള്ള ഒരു വർക്കിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ചിലവർക്ക് സബിന്റെ ബാസ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക, ചിലവർക്ക് ഊഫറിന്റെ ബാസ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ ഒരു താല്പര്യമാണ്. എനിക്കിഷ്ടം ഇതുപോലത്തെ 3-wayയിൽ പാട്ട് കേൾക്കുന്നതാണ്. ഇതുപോലത്തെ ഊഫറിന്റെ ബാസാണ് എനിക്കിഷ്ടം. ഞാൻ സബ് അങ്ങനെ ഉപയോഗിക്കില്ല. പിന്നെ ഈ ഒരു ബോക്സിന്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോ, ഈ ഒരു ടവറിന്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോ അടിയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഇതുപോലെ ഈ ഇത്രയും നല്ല ടവർ ചെയ്തിട്ട് ഈ ഇതുപോലത്തെ ഊഫർ എന്തിനാ വാങ്ങിയിട്ട്, വില കുറഞ്ഞ ഊഫർ എന്തിനാ വാങ്ങി വെച്ച, കുറച്ച് നല്ല സ്പീക്കറുകൾ വാങ്ങി വെച്ചുകൂടായിരുന്നു. അപ്പൊ ഇത് പാർട്ടി വാങ്ങിക്കൊണ്ടുവന്ന് തന്നതാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഇട്ട് വെച്ചല്ല. നമ്മളെ അടുത്ത് നല്ല ഊഫറും സ്പീക്കറും ഇല്ലാഞ്ഞിട്ടല്ല, ഇത് പാർട്ടി നേരിട്ടിട്ട് വാങ്ങിക്കൊണ്ടുവന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.